അങ്ങനെ ബ്രാഡ് പിറ്റിന്റെ F1 മൂവി കണ്ടു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം. കിടിലൻ സാധനമാണ്. ഇത് ഐമാക്സ് ആണ് ഫിലിം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഐമാക്സ് അല്ല കണ്ടത്, ഞാൻ അറ്റ്മോസിലാണ് കണ്ടത്. പക്ഷെ ഐമാക്സിലും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അമ്മാര് ലെവൽ എക്സ്പീരിയൻസ് തന്നെ. അറ്റ്മോസിൽ ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. സോ തിയേറ്റർ വാച്ച് ഡിമാൻഡിന്റെ കിടിലൻ പടമാണ്. തിയേറ്ററിനെ കാണാൻ പറ്റും. ഇതൊരു കുഞ്ഞു ഫോണിലോ ഒരു നമ്മളെ ലാപ്ടോപ്പിലോ കാണുന്ന ഒരു പടമൊന്നുമല്ല. തിയേറ്റർ എക്സ്പീരിയൻസ്. നമ്മളൊരു Formula 1 റേസിംഗ് നമ്മളിങ്ങനെ കണ്ണ് കാണുക. നന്നായി ലെവൽ എക്സ്പീരിയൻസ് സാധനം തന്നത്. ജോസഫ് കൊസിൻസ്കിയാണ് ഇതിന്റെ ഡയറക്ടർ. നിങ്ങൾക്ക് ഓൾറെഡി ടോപ്പ് ഗൺ വേറിക്ക് ഒരൊറ്റ പടത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ബാക്കി ട്രോൺ ലെഗസി ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു പടത്തിന്റെ ലെവൽ നിങ്ങൾക്ക് അറിയാം. ടോം ക്രൂസിനെ വെച്ചിട്ട് മറ്റേ ജെറ്റിന്റെ ഒരു പരിപാടിയൊക്കെ. അതിൻ്റെ അകത്ത് ജെറ്റ് ആണെങ്കിൽ ഇതിനകത്ത് Formula 1 ആണ്. ആ ഒരു കാറിന്റെ എക്സ്പീരിയൻസ് ശരിക്കും നമ്മളൊരു Formula 1 റേസിംഗ് കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിയിട്ട് നമ്മളെ ആ ഒരു കാർ ഓടിപ്പിക്കുന്ന ലെവലിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ സാധനം ഈ സിനിമ തരുന്നത്. കഥയോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. കഥയൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആണ്. വളരെ നല്ല രീതിയിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നല്ല പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. പക്ഷെ അതല്ല, അതിൻ്റെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമേൻ്റെ ഒരു ലെവല്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്യാമറ ആംഗിൾ ആകട്ടെ, ഇതിൻ്റെ ഒരു മ്യൂസിക് ആവട്ടെ, എല്ലാം കൊണ്ടും നല്ല ഗംഭീരമായിട്ട് സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം പറയും, ഇതിൻ്റെ ക്യാമറ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ Formula 1 എന്ന് പറയുമ്പോൾ വലിയൊരു കാറാണ്. അതിൻ്റെ ഓരോ സൈഡ്, ടയറിൻ്റെ അടിയിലാവട്ടെ, ടയറിൻ്റെ സൈഡിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ആളിരിക്കുന്നതിൻ്റെ മുന്നിലോ, അല്ലെങ്കിൽ ആളിരിക്കുന്നതിൻ്റെ ബാക്കിൽ, എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി. അത് ഞങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലായി. എവിടേക്ക് ഒരു ക്യാമറ വെച്ചെന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സാധനമായിരുന്നു. ചില സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സാധനം. നമുക്കൊരു റഷ് ചെയ്യുന്നുണ്ട് സാധനമൊക്കെ. ക്ലൈമാക്സ് ഒക്കെ പീക്കിലാണ്. ക്ലൈമാക്സ് ഒക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട്. പിന്നെ ബ്രാഡ് പിറ്റിന്റെ ഒരു എൻട്രി ഒക്കെ കൂളായിരുന്നു. ഒരു കൂൾ ആൻഡ് ചാമിങ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. ആ ഒരു കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു കഥയിലേക്ക് എത്താൻ പറ്റും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കൂലേ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഒരു കഥയിലേക്ക് അങ്ങ് ജമ്പ് ചെയ്യാണ്. പിന്നെ ഫസ്റ്റിനെ ഹുക്കാക്കിനെ കൊണ്ട് പടം ഒരു രക്ഷയില്ലാത്ത മുന്നോട്ട് പോകുന്നത്. സമയം പോകുന്ന അറിഞ്ഞില്ല. പിന്നെ ഫുൾ ടൈം നമ്മൾ ആ റേസിംഗ് ട്രാക്കിലാണ്. ഫുൾ ആൻഡ് ഫുൾ റേസിംഗ് പടം എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ റേസിംഗ് പടം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് കുറേ ഞാൻ ഡ്രാമ ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷേ ഡ്രാമയുണ്ട്, കഥയും നല്ല രീതിക്ക് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ റേസിംഗിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ആൻഡ് ഫുൾ റേസിംഗ് പടമാണ് എനിക്ക് പറയാനുള്ളൂ. കഥയും പറഞ്ഞുകൊണ്ട് കഥ നല്ല രീതിക്ക് അതിൻ്റെ ഒരു ബാലൻസ് ആക്കി പറഞ്ഞു പോകുന്നുണ്ട്. ഡ്രാമ പോർഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഒരു ഫുൾ ആൻഡ് ഫുൾ റേസിംഗ് പടം കണ്ട് ഫീൽ ആയി സംബന്ധം തരിക. ബ്രാഡ് പിറ്റിന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗംഭീര പെർഫോമൻസ്. ടോപ്പ് ഗൺ മാവറിക്കിൽ നമ്മളെ ടോം ക്രൂസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര കൂളായിട്ട് മൂപ്പര് കേക്ക് വാക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലോട്ടോ കാര്യങ്ങളോ പറയുന്നത്, സോണി എന്ന് പറഞ്ഞ ബ്രാഡ് പിറ്റ് ചെയ്യുന്ന ക്യാരക്ടറും പിന്നെ ഡാംസൺ ഡ്രസ് ചെയ്യുന്ന ജോഷോ എന്ന് പറഞ്ഞ ക്യാരക്ടറും, ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് നമ്മളൊരു ഈഗോ ക്ലാഷ് സിനിമ കാണിക്കുന്നത്. അവർ രണ്ടുപേരുടെ ടീമിലാണ്. സോ അവർ തമ്മിൽ Formula 1 ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും സിനിമ കാണിച്ചുകൊണ്ട് പോകുന്നത്. അത്ര ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സിനിമ കണ്ട് ആസ്വദിക്കുക. സോ ഈഗോ ക്ലാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുന്നത്തെ സിനിമയെല്ലാം കണ്ടിട്ട് നമ്മൾ ഫോർഡ് വേഴ്സസ് വേറെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്തേക്ക് വരുമ്പോൾ എനിക്കൊരു എക്സ്ട്രോർഡിനറി ഫീൽ ആ സംഭവം തന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ ഡാംസൺ ഡ്രസിന്റെ ബ്രാഡ് പിറ്റിന്റെ കോംബോ ഒക്കെ ഒരു എക്സ്ട്രാ സാധനമാണ്. അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും പിന്നെ ആ ഒരു കോംബോനെ അടിപൊളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് പറയുള്ളൂ. ബ്രാഡ് പിറ്റിനാണ് കുറച്ചും കൂടി ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും ഡാംസൺ ഡ്രസിന് നല്ലൊരു ആർക്കുണ്ട്. പിന്നെ ഈച്ച് ആൻഡ് ഈച്ച്, അതായത് ശരിക്കുള്ള ഒരു Formula 1 പരിപാടി മെക്കാനിസംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും Formula 1 സ്പോർട്സ് ഒക്കെ കാണുന്നവർക്ക് കുറച്ചും കൂടി നല്ല ഇങ്ങനെ കണക്റ്റാവാൻ ചാൻസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ വശമൊക്കെ കുറേ കാര്യങ്ങൾ ഏത് പറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഒരു ശരിക്കുള്ള അതിനകത്തുള്ള ഒരു ടെക്നിക്കൽ ക്രൂവിൽ എടുത്ത് വെച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സൈഡായിട്ടുള്ള ഒരു പെണ്ണുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആയിട്ട് അഭിനയിച്ചിട്ട് അതിന് വരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പാടാണ്. അതായത് ഈച്ച് ആൻഡ് എവരി ക്രൂ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ക്രൂവിനെ നമ്മൾ മനസ്സിലിങ്ങനെ തങ്ങി നിൽപ്പിക്കുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു സംഭവം ഇങ്ങനെയാണ്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ എടുത്ത് പറയാൻ, നമ്മളെ ഹാൻഡ് സിമറാണ് ഇതിൻ്റെ മ്യൂസിക് ആയിട്ടുള്ളത്. കിടിലൻ സാധനമാണ്. ഇതിന് ആപ്റ്റായിട്ടുള്ള കറക്റ്റ് മ്യൂസിക്. അത് മാത്രമല്ല, ഹാൻഡ് സിമർ ചെയ്ത മ്യൂസിക് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ ട്രാക്സ് വരുന്നുണ്ട്. അത് നമ്മൾ എഡ് ഷീറൻ ചെയ്യാനൊന്നും അറിയില്ല, അങ്ങനത്തെ കുറേ ട്രാക്സ് ഒക്കെ. റാപ്പാണെങ്കിൽ റാപ്പ്, അമ്മാരി സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീവിൽ റോക്കൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊരു കിടിലൻ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോനെ നമുക്ക് രോമാഞ്ചം വരുന്ന സ്ഥലത്താണ് സാധനം വെച്ചിട്ടുള്ളത്. അതേപോലെ കുറേ പാട്ടിങ്ങനെ ട്രാക്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് സിനിമ. അതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലിങ് ഇങ്ങനെ സീറ്റ് അടിച്ച് പരിപാടിക്ക് നമുക്ക് ഫീൽ ചെയ്യും. സോ കറക്റ്റ് ആ ഒരു Formula 1 കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി നമ്മളിങ്ങനെ ഒരു റൈഡ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. മേ ബി ഐമാക്സ് തന്നെ കാണാൻ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. ഐമാക്സ് ഒക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. ഫുള്ളി ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഫിലിമാണെന്നാണ് പറയുന്നത് നിൽക്കുന്നത്. പക്ഷേ അറ്റ്മോസിൽ തന്നെ കാണുമ്പോൾ ഗംഭീര എക്സ്പീരിയൻസ്. നിങ്ങൾ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പറ്റുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഫോണിലൊന്നും കാണേണ്ട പരിപാടിയല്ല. ശരിക്കും ഒരു ഗംഭീര റൈഡ് തന്നെയാണ്. ടോപ്പ് ഗൺ മാവറിക്കൊക്കെ കണ്ടാൽ മനസ്സിലായി ജോസഫ് കൊസിൻസ്കിയുടെ പടം. സോ ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു അടുത്ത പരിപാടി എന്ന് എനിക്ക് പറയാനുള്ളൂ.
ഗംഭീര എക്സ്പീരിയൻസ്, നല്ല കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിന് മുമ്പ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന തന്ന ബാലറീനയാണ്. എനിക്ക് തോന്നിയത് ഈ വർഷം തന്നെ ഗംഭീര എക്സ്പീരിയൻസ് തന്ന പടം ബാലറീനയാണെന്നാണ്. പക്ഷേ ബാലറീന ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഈ ഫോർമുല 1 അതിന് ഒട്ടും കുറവൊന്നുമല്ല. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഒരു ഡ്രാമയും ആ ഒരു റേസിംഗിലെ സംഭവങ്ങളും മെക്കാനിസംസ് ഒക്കെ അതൊക്കെ നല്ല കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് എനിക്ക് അത്രേ പറയാനുള്ള സിനിമയെ പറ്റിയിട്ട്. നമ്മളെ ബ്രാഡ് പിറ്റും ഡാൻസ് ഇൻട്രസ്റ്റിന്റെ ആ ഒരു കിടിലൻ കോമ്പവും കൂടി കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണാൻ എനിക്ക് പറയാനുള്ളൂ. സോ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. വാട്ട് എ മൂവി. ഇതിങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയാണ്. സോ കണ്ടിട്ട് എന്തായാലും തിയേറ്ററിന് കാണാമെന്ന് പറയാനുള്ളൂ. ഐ മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്.